ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ SSCയുടെ CGL നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. നോർമലി മാർച്ച് 31 വരുന്നത്. അപ്പോൾ ഇതുവരേക്കും വന്നിട്ടില്ല. ഏത് നിമിഷം വേണോ SSC CGL നോട്ടിഫിക്കേഷൻ വരാം. CGL എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ്. അതായത് ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും എഴുതാൻ സാധിക്കുന്ന എക്സാം ആണ് CGLന്റെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ജോബിലേക്ക് ഇറങ്ങുന്നവർ കാണുമായിരിക്കും. പക്ഷേ ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് എത്തിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഇതിൽ ഡിഗ്രി മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നോർമലി 18-30 വയസ്സാണ് പറയുന്നത്. ഇതിൽ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBCക്ക് 3 വർഷവും SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു SSC CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, CBI ഓഫീസർ പോലുള്ള പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സാം ആണ്. ഏറ്റവും ഫാഷനേറ്റ് ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SSC CGL എഴുതുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇത് ഗ്രൂപ്പ് B-C കാറ്റഗറിയിലേക്കാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. ഗ്രൂപ്പ് B ആൻഡ് C കാറ്റഗറി. പേ സ്കെയിൽ നോക്കുമ്പോൾ തന്നെ പേ സ്കെയിൽ 7 ആണ് വരുന്നത്. പേ സ്കെയിൽ 7 എന്ന് പറയുന്നത് തന്നെ ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലേക്ക് ഒരു 75,000 രൂപ, 75,000 പ്ലസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ജോബാണ് SSC CGLന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക്സ് ഒക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ എജുബിയിൽ SSC CGLന് വേണ്ടിയിട്ടൊരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് പേഴ്സണൽ ട്രെയിനിങ് അതിൽ വരുന്നുണ്ട്, ഡെയിലി സെഷൻസ് വരുന്നുണ്ട്, വീക്ക്ലി സെഷൻസ്, 1:1 ഇൻട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടും SSC CGLന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന ഒരു ക്രാഷ് കോഴ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയിലേക്ക് കയറണം. ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. ഒരു 8 to 9 അവേഴ്സ്, ഒരു 9+ അവേഴ്സ്, 9 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്രാഷ് കോഴ്സ് എടുക്കുക. പക്ഷെ അതിന് മുന്നേ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂണോട് കൂടി എന്ത് ചെയ്യപ്പെടും? എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്കിന്നെ നമ്മുടെ കയ്യിൽ ഒരു 2 മന്ത് മാത്രമേ കയ്യിലുള്ളൂ. ഈ ഒരു 2 മന്ത് കൊണ്ട് നമ്മൾ ഈ കോഴ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ എക്സാമിന് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഫീസ് വരുന്നത് 7,500 ആണ് വരുന്നത്. April 13 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഒന്ന് എഫേർട്ട് ഇട്ട് ഒരു 1-2 മാസം, ചിലപ്പോൾ ഉറക്കം കളഞ്ഞെന്ന് വരാം, നമുക്ക് ഉറക്കാൻ പറ്റി, നമ്മൾ 8 അവർ അല്ലെങ്കിൽ 7 അവർ ഉറങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 3 to 4 അവർ മാത്രമേ ഉറങ്ങാൻ സാധിക്കുള്ളായിരിക്കും. പക്ഷേ ആ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഉപേക്ഷിച്ച് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു രീതിക്ക് ഇരുന്നിട്ട് നമ്മൾ കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഒരിക്കലും എന്ത് ചെയ്യില്ല? നല്ല രീതിക്ക് മുന്നോട്ട് വരില്ല. നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് റിസ്ക് എടുക്കുക, കുറച്ച് എഫേർട്ട് എടുക്കുക, കുറച്ച് ഹാർഡ് വർക്ക് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിനെ തന്നെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഉറക്കത്തിൻ്റെ അളവായാലും കുറച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പം ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ആലോചിച്ചിട്ട് കളയാനായിട്ടില്ല. നിങ്ങൾ ഉടനടി തന്നെ എന്ത് ചെയ്യുക? തീരുമാനം എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് നമ്മൾ താല്പര്യം ഉണ്ടെന്നുള്ളവർ എന്ത് ചെയ്യുക? ഇത് ഇവിടെ നമുക്ക് തമ്പാനൂർ ആൻഡ് നെയ്യാറ്റിൻകരയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. സോ നമ്പേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. താങ്ക് യു.